എന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സിൽവസ്റ്റർ സ്റ്റാലോൺ അഭിനയിച്ച ഒരു അടിപൊളി ആക്ഷൻ മൂവിയാണ്. വെറും 15 മില്യൺ US ഡോളേഴ്സിന് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയത് $160 മില്യൺ ആണ്. അതും വർഷം 1982. അപ്പൊ ഈ സിനിമയുടെ പേരാണ് ഫസ്റ്റ് ബ്ലേഡ്. വർഷം 1981 ജോൺ റാംബോ എന്ന നമ്മുടെ കഥാനായകൻ നടന്നുകൊണ്ട് ഈ ടൗണില് തന്റെ പഴയ കൂട്ടുകാരനെ അന്വേഷിച്ചിട്ട് വരികയാണ്. അവിടെ എത്തിയതിനു ശേഷം ഒരു സ്ത്രീയോട് എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെയാണോ ഡെൽമർ ബെറി താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരേ ടീമിൽ ജോലി ചെയ്തതാ, ദാ നോക്ക് ഇതാണ് ഞങ്ങളുടെ ടീം, ഇതിൽ ഇവിടെ ഞാനുണ്ട്, ദാ ഡെൽമർ ബെറിയെ കണ്ടു എന്നൊക്കെ ആ സ്ത്രീയോട് റാംബോ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറയാണ് അവൻ ഇവിടെ ഇല്ല, അവൻ പോയി. പോകാനോ? എവിടെയാണ് അവൻ പോയത്? അവൻ മരണപ്പെട്ടു പോയി. അപ്പൊ ഇത് കേട്ടപ്പോ റാംബോ ആളാകെ ഷോക്കായി. കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ചാണ് ഡെൽമർ മരണപ്പെട്ടത്. സോ തന്റെ പഴയ ടീംമേറ്റ് അഥവാ പഴയ കൂട്ടുകാരന്റെ മരണ വാർത്ത കേട്ട് ആ ടൗണിൽ നിന്ന് സങ്കടത്തോടെ നടന്നു പോവുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ നടന്ന് നമ്മുടെ ഹീറോ പ്രവേശിച്ചത് ഹോളിഡേ ലാൻഡ് എന്ന സ്ഥലത്തേക്കാണ്. ഗൈസ്, അപ്പോ നിങ്ങൾക്കിപ്പോ എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ ഹീറോ ആയ ജോൺ റാംബോ ആരാണ്, അവൻ എന്താണ് എന്നൊക്കെ. എന്നാൽ അതൊക്കെ നിങ്ങൾ വയ്യാതെ മനസ്സിലാക്കിക്കോളും. ഈ ഹോളിഡേ ലാൻഡിലെ ഒരു ക്രൂരനായ പോലീസുകാരനാണ് വില്യം ടീസൽ എന്ന ഇദ്ദേഹം. രാവിലെ തന്നെ പോലീസ് കാറുമായി റൗണ്ട്സിന് ഇറങ്ങിയതാണ് വില്യം. അപ്പോഴാണ് ജോണിനെ അദ്ദേഹം കാണുന്നത്. ഏയ്, നീ ആരാ? എന്തിനാണ് ഈ നാട്ടിൽ വന്നത്? ആരെങ്കിലും കാണാൻ വന്നതാണോ എന്നൊക്കെ അദ്ദേഹം ജോൺ റാംബോനോട് ചോദിച്ചു. എന്നാൽ ജോൺ ഓൾറെഡി സങ്കടത്തിൽ ആയതുകൊണ്ട് തന്നെ മറുപടി ഒന്നും കൊടുക്കാതെ അനങ്ങാതെ നിൽക്കുകയാണ്. ആളൊരു ടഫ് ഗൈ ആണ്. മിസ്റ്റർ, തനിക്ക് എവിടത്തേക്കാണ് പോകേണ്ടത് എന്നെങ്കിലും പറ, നോർത്ത് ഓർ സൗത്ത്? അപ്പൊ ജോണ് നോർത്ത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടാക്കാം. അങ്ങനെ ജോണ് പോലീസ് കാറിൽ കയറി വണ്ടിയിൽ നിന്ന് നോർത്തിലേക്ക് നിനക്ക് എവിടത്തേക്കാണ് പോകേണ്ടത് എന്ന് വില്യം ചോദിച്ചപ്പോൾ പോർട്ട്ലാൻഡ് എന്ന് റാംബോ പറഞ്ഞു. പോർട്ട്ലാൻഡ് അതിന് നോർത്തിലല്ല, സൗത്തിലാണ്. ജോൺ വില്യം സാറിനോട് പറയാണ്, സർ എനിക്ക് വിശക്കുന്നു, ഇവിടെ എവിടെയെങ്കിലും നിർത്ത്, എനിക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഈ പോലീസുകാരന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. നീ ആരാണ് എന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. വീടൊന്നുമില്ലാലെ ചുമ്മാ തെണ്ടി നടക്കലാണല്ലേ പണി. എന്തായാലും നിന്നെ പോലെ ഒരുത്തനെ നമ്മുടെ നാട്ടിൽ വേണ്ട എന്നും പറഞ്ഞ് ബോർഡറിന്റെ അപ്പുറം വില്യം റാംബോനെ ഇറക്കി വിട്ടു. എന്നിട്ട് ഹാവ് എ ഗുഡ് ജേർണി എന്നും പറഞ്ഞ് അദ്ദേഹം പോലീസ് കാറിൽ തിരിച്ചു പോവുകയാണ്. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് കാർ മിററിൽ നോക്കിയപ്പോൾ ദാ ജോൺ റാംബോ അങ്ങോട്ടേക്ക് പോകാതെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ നടന്നു വരുന്നു. അത് കണ്ടപ്പോ വില്യം കാർ തിരിച്ചു. ഡാ, നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ? യു ആർ അണ്ടർ അറസ്റ്റ് എന്നും പറഞ്ഞ് വില്യം ജോണിനെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ജോണിന്റെ ബാക്ക് പോക്കറ്റിൽ നിന്ന് വില്യം ടീസലിന് ഒരു കത്തിയും കിട്ടി. എന്തിനാണ് നിനക്ക് ഈ കത്തി എന്ന് ചോദിച്ചപ്പോൾ വേട്ടയാടാൻ എന്നായിരുന്നു ജോണിന്റെ മറുപടി. എന്തായാലും ജോണിനെ വില്യം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലുള്ള ഈ ഒരു ഓഫീസറിന്റെ പേരാണ് ഗാൾട്ട്. ഗാൾട്ട് എന്ന ഈ ഓഫീസർ വില്യമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ ഗാൾട്ട് എന്ന ഓഫീസർ ആണെങ്കിൽ റാംബോനെ കളിയാക്കുന്നുമുണ്ട്. എന്തിനാടാ മോനെ നിനക്ക് കത്തിയൊക്കെ? ആനയെ കൊല്ലാനാണോ? ഇവൻ ഏതോ കാട്ടുജാതിക്കാരനാണെന്ന് തോന്നുന്നു. എന്തൊരു നാറ്റം, കുളിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗാൾട്ട് എന്ന ഓഫീസർ നമ്മുടെ ഹീറോനെ കളിയാക്കുന്നൊക്കെയുണ്ട്. ഓക്കെ, ഇനി സ്റ്റേഷനിൽ നടന്ന മറ്റു ചില സംഭവങ്ങൾ നോക്കാം. ഈ ഗാൾട്ട് ഹീറോനോട് എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുകയാണ്. ഹീറോ സൈലന്റ് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ അവിടെ മുകളിൽ ഒരു ജനാലയുണ്ട്. അത് കണ്ടപ്പോ നമ്മുടെ ഹീറോ ആള് ഭയങ്കരമായിട്ട് ഭയന്ന പോലെ നിൽക്കുകയാണ്. കാരണം ഹീറോക്ക് പെട്ടെന്ന് പണ്ടത്തെ ചില കാര്യങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർമ്മ വന്നു. അപ്പൊ ഈ ഗാൾട്ട് ആണെങ്കിൽ ദേഷ്യത്തിൽ ഒച്ചത്തിൽ എന്താണ് നിന്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ മോന്ത അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ ഗാൾട്ട് പറയുന്നൊക്കെയുണ്ട്. എന്നാൽ ഹീറോ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ്. അപ്പൊ മിച്ചെന്ന ഓഫീസർ ഹീറോന്റെ കഴുത്തിലുള്ള മാല പൊട്ടിക്കാനായി നോക്കിയപ്പോൾ ദേഷ്യത്തിൽ ഹീറോ മിച്ചിന്റെ കൈ കയറി പിടിച്ചു. മര്യാദക്ക് കൈ ഇളക്കിക്കോ, അല്ലെങ്കിൽ നീ വലിയ പ്രശ്നത്തിലാവും എന്നൊക്കെ അവര് ജോണിനോട് പറഞ്ഞപ്പോൾ ജോൺ കൈവിട്ടു. അങ്ങനെ അവര് ആ മാല പൊട്ടിച്ചെടുത്തു. അപ്പൊ അത് നോക്കിയപ്പോൾ അവർക്ക് അവന്റെ പേര് ജോൺ റാംബോ എന്നാണ് എന്നും അവൻ ഒരു പട്ടാളക്കാരനാണ് എന്നും മനസ്സിലായി. മിസ്റ്റർ ജോൺ, താങ്കൾ ഒരു പട്ടാളക്കാരനൊക്കെ ആയിരിക്കും, എന്നാൽ ഈ നാട്ടില് ഞങ്ങളാണ് ഏറ്റവും വലുത്. താങ്കൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം, ഞങ്ങളുമായിട്ട് സഹകരിക്കണം, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് സഹകരിച്ചേ മതിയാവൂ എന്നൊക്കെ ഗാൾട്ട് എന്ന ഓഫീസർ റാംബോനോട് പറയാണ്. ഇവിടെ ഓഫീസർ ജോണിന്റെ ഫിംഗർ പേപ്പറിൽ വെക്കാനായി നോക്കുകയാണ്. എന്നാൽ ജോൺ എങ്ങനെയും വെക്കുന്നില്ല, ബലം പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ഫിംഗറിലെ മഷി
വീശി തുടച്ച് കളയുകയും ചെയ്തു. ഇവനെ എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വില്യമും ഗാൾട്ടും ജോണിനെ നല്ല പച്ചത്തെറി തന്നെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം അവര് സ്റ്റേഷനിലെ സെല്ലിൽ ജോണിനെ അടച്ചിട്ട് ഷർട്ട് അഴിക്കാനായി പറഞ്ഞു. ഒരു ഭയവുമില്ലാതെ ജോൺ തന്നെ ഷർട്ട് അഴിക്കുകയാണ്. അപ്പൊ ജോണിന്റെ ബോഡി കണ്ടപ്പോ ഈ ഓഫീസേഴ്സ് ഒക്കെ ശരിക്കും ഷോക്കായി. ഒന്നാമത് നല്ല അടിപൊളി ബോഡിയാണ്. ആ ബോഡിയിലാണെങ്കിൽ ഫുൾ വെട്ടും കുത്തുമേറ്റ കലകളാണ്. കൈ പൊന്തിച്ചു വെച്ച് തിരിഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞ് ഗാൾട്ട് റാംബോനെ അടിച്ച് നിലത്തിട്ടു. അതിനുശേഷം അവര് റാംബോന്റെ അടിവസ്ത്രം വരെ അഴിപ്പിച്ചു. എന്നിട്ട് നല്ല ഫോഴ്സിൽ റാംബോന്റെ മേൽ വെള്ളം അടിച്ചു വിടുകയാണ്. അതിനുശേഷം അവര് ബ്ലേഡുമായിട്ട് വന്നു റാംബോന്റെ താടിയും മുടിയൊക്കെ കളയാൻ വേണ്ടി. ആ സമയത്തും റാംബോക്ക് ചില ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നു. പിന്നെ കഴുത്തിൽ ബ്ലേഡ് വെച്ച് ഷേവ് ചെയ്യാനായി പോകുമ്പോഴേക്കും റാംബോക്ക് പഴയ താൻ അനുഭവിച്ച ക്രൂരതയെ കുറിച്ചൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ പെട്ടെന്ന് റാംബോ അവൾ ആകെ വയലന്റ് ആയി. ഈ ഓഫീസേഴ്സിനെ ഒക്കെ എന്നിട്ട് ഇടിച്ചിടുകയാണ്. ഗാൾട്ട് എന്ന ഓഫീസറാണ് റാംബോനെ ക്രൂരമായിട്ട് അടിച്ചത്. അപ്പൊ അതിനുള്ള തിരിച്ചടിയൊക്കെ റാംബോന്റെ കയ്യിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഗാൾട്ട് അണ്ണന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ സമയം വില്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് വില്യമിന് അടിയൊന്നും കിട്ടിയിട്ടില്ല. തന്റെ കത്തിയും എടുത്ത് സ്റ്റേഷനിൽ നിന്ന് റാംബോ പുറത്തിറങ്ങി. അപ്പൊ റോഡിലെ ബൈക്കും ഓടിച്ചു പോകുന്ന ഒരുത്തിനെ ഇടിച്ചു വീഴ്ത്തി അവന്റെ ബൈക്കുമായി റാംബോ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇടികൊണ്ട ദേഷ്യത്തിൽ ഗാൾട്ട് അണ്ണന് തോക്കുമായി റാംബോനെ വെടിവെക്കാനായി വരികയാണ്. നീ എന്താ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് വില്യം ഗാൾട്ടിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു മാറ്റി. ഞാൻ അവനെ പിടിച്ചു കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് റാംബോനെ പിടികൂടാനായി പോലീസ് കാറുമായി വില്യം ടീസൽ എന്ന ഓഫീസർ റാംബോന്റെ പിന്നാലെ ചേസ് ചെയ്യുന്നുണ്ട്. സോ റാംബോ ഇവിടെ ബൈക്ക് ഓടിച്ച് കയറി പോകുന്നത് ഒരു കാട്ടിലേക്കാണ്. പിന്നാലെ പോലീസ് കാറുമായി വില്യമും ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വില്യം ചേസ് ചെയ്യുന്ന സമയത്ത് പോലീസ് കാർ അവിടെ മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ കാറിൽ നിന്ന് എങ്ങനെയൊക്കെയോ വില്യം പുറത്തിറങ്ങി. റാംബോ പെട്ടെന്ന് അവിടുന്ന് ബൈക്കും എടുത്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ റാംബോ ബൈക്കിൽ നിന്ന് വീണു. അങ്ങനെ റാംബോ കാട്ടിന്റെ മുകളിലേക്ക് അഥവാ ഉയരത്തിലേക്കായിട്ട് വീണ്ടും ഓടി ഓടി പോവുകയാണ്. അപ്പൊ വില്യം റാംബോനോട് പറയാണ്, നീ എവിടം വരെ പോകുമെന്ന് കാണാം. നിന്നെ ഞാൻ പിടിച്ചാല് നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടി കൂടി വരികയാണ്. അപ്പൊ അതിനായി റാംബോ ഒരു കയറെടുത്തിട്ട് ഒരു ഷീറ്റ് കൊണ്ട് ജാക്കറ്റ് ഉണ്ടാക്കുകയാണ്. ഇവിടെ ജോണിനെ പിടികൂടാൻ മറ്റു ഓഫീസേഴ്സും എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഓഫീസേഴ്സിനോട് വില്യം പറയാണ്, നമ്മുടെ സർവീസ് ഡോഗ്സിനെ കൊണ്ടുവാ, ഡോബർമാനെ തന്നെ കൊണ്ടുവരണം. അവനെ പിടിക്കാൻ ഡോബർമാൻ നായകൾ തന്നെ വേണം. പിന്നെ ഹെലികോപ്റ്റർ എടുക്കാനും പൈലറ്റിനെ വിവരം അറിയിച്ചേക്ക്. ഉയരമുള്ള സ്ഥലമാ, അവൻ എവിടത്തേക്കാ പോയത് എന്ന് അറിയത്തില്ല. സോ ദാ ഇവിടെ നമ്മുടെ ജോൺ റാംബോ ജാക്കറ്റ് ഒക്കെ ഉണ്ടാക്കി കാട്ടിലെ കുന്നിന്റെ മുകളിലേക്ക് പോകുന്നത് കാണാം. അതേപോലെ ഓഫീസേഴ്സ് 3 ഡോബർമാൻ നായകളെ കൂട്ടി ജോണിനെ കണ്ടുപിടിക്കാനും കാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മറ്റു പോലീസുകാരെ ഈ സമയം വില്യം സാറിനോട് പറയാണ്, സാറേ അവൻ ഭ്രാന്തനാണ് എന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ അവന്റെ പിന്നാലെ പോയി നമ്മുടെ തടി കേടാക്കണോ? അപ്പൊ വില്യം ദേഷ്യത്തിലും മര്യാദക്ക് വായ പൂട്ടി പട്ടിയുടെ പിന്നാലെ പോ എന്ന് പറയാണ്. സോ ഡോബർമാൻ നായകളും മണം പിടിച്ച് ജോൺ പോയ വഴികളിലെ കൂടിയൊക്കെ പോവുകയാണ്. ജോൺ ആ കാട്ടിന്റെ തന്നെ ഏറ്റവും ടോപ്പിലെത്തി. ഇനി അവിടെ വഴിയില്ല, അതായത് അവിടെ താഴെ നദിയാണ്. സോ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ജോൺ ആ പാറ പിടിച്ച് താഴേക്ക് ഇറങ്ങാനായി ശ്രമിക്കുകയാണ്. അപ്പൊ ജോൺ ആ ക്ലിഫ് പിടിച്ച് താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയം ദാ അവിടെ ഹെലികോപ്റ്ററിൽ ഗാൾട്ട് എന്ന ഓഫീസർ വന്നു. ഗാൾട്ട് ജോൺ ആ ക്ലിഫിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതും കണ്ടു. ഗാൾട്ട് എന്ന ഓഫീസറിന് ജോണിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ജോണിനെ കണ്ടപ്പോൾ ജോണിനെ വെടിവെക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ വെടിയൊന്നും കൊള്ളുന്നില്ല. ജോൺ ആണെങ്കിൽ അവിടുന്ന് വീഴാനായിട്ടുമുണ്ട്. ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യുന്ന പൈലറ്റ് ഗാൾട്ട് സാറിനോട് പറയാണ്, സർ എന്താണ് താങ്കൾ ഈ ചെയ്യുന്നേ? ഇപ്പോൾ വെടിവെച്ചാൽ അവൻ അവിടുന്ന് വീഴും. അവനെ ഞങ്ങൾക്ക് എന്തായാലും പിടിക്കാൻ കഴിയും. അവൻ അവിടുന്ന് എവിടെയും പോകാൻ കഴിയത്തില്ല. അവൻ അവിടെ കുടുങ്ങിയിട്ടാണുള്ളത്. അപ്പൊ ഗാൾട്ട് സാർ ദേഷ്യത്തിൽ പൈലറ്റിനോട് പറയാണ്, നീ എനിക്ക് നിർദ്ദേശം തരേണ്ട, നീ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹം വീണ്ടും വെടിവെച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ജോണിന് മനസ്സിലായി ഇനി ഇവിടെ ഈ പിടുത്തം പിടിച്ചു നിന്നല്ല രക്ഷയില്ല. അങ്ങനെ തന്നെ വെടിവെച്ച് ഉറപ്പായും കൊല്ലും. അങ്ങനെ ജോൺ രണ്ടും കൽപ്പിച്ച് ആ ക്ലിഫിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുകയാണ്. ഒരുപാട് മരത്തിലൊക്കെ ഇടിച്ചിടിച്ച് ജോൺ താഴെ പരിക്കുകളോടെ വീണു. അപ്പോ ഹെലികോപ്റ്ററും താഴെ വന്നു. വീണ്ടും ഈ ഗാൾട്ട് ജോണിനെ വെടിവെച്ചുകൊണ്ടേ നിൽക്കുകയാണ്. നിന്നെ ഞാൻ കൊല്ലുമെട എന്ന് പറഞ്ഞ് ഗാൾട്ട് തുരുതുരാ വെടിവെക്കുകയാണ്. അപ്പൊ ജോൺ അവിടുന്ന് ഒരു കല്ലെടുത്ത് ഹെലികോപ്റ്ററിന്റെ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞു. അപ്പോ പൈലറ്റിന്റെ കൺട്രോൾ തെറ്റി. അങ്ങനെ സൈഡിൽ ഇരുന്ന് വെടിവെക്കുന്ന ഗാൾട്ട് സാറിന്റെ ബാലൻസ് തെറ്റി. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. താഴെ വീണ ഗാൾട്ട് സാറിനെ നോക്കാനായി ജോൺ പോയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജോണിന് സങ്കടമായി. കാരണം ജോണിന് അദ്ദേഹത്തെ കൊല്ലണമെന്നൊന്നും ഉദ്ദേശമില്ലായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ജാക്കറ്റും അതേപോലെ തോക്കും എടുത്ത് ജോൺ ആ സ്ഥലത്ത് നിന്ന് മാറി ഒളിച്ചു നിൽക്കുകയാണ്. ഈ ഗാൾട്ട് സാറ് വീഴുന്ന ശബ്ദം കേട്ട് മുകളിൽ നിന്ന് വില്യംസും മറ്റു ഓഫീസേഴ്സും അത് നോക്കാനായി എത്തി. അവർ
അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടപ്പോൾ അത് ജോണിന്റേതായിരിക്കും എന്നാണ് അവർ ആദ്യം കരുതിയത്. എന്നാൽ വില്യം ടീസൽ സാർ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ അത് തന്റെ പ്രിയ സുഹൃത്തായ ഗാൾട്ടാണ്. നേരത്തെ മരത്തിലൊക്കെ ഇടിച്ച് താഴെ വീഴുമ്പോൾ നമ്മുടെ ജോണിന്റെ കൈക്ക് നല്ലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അത് സ്വയം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ജോൺ സറണ്ടർ ചെയ്യാനായി ആ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവന്മാര് മുകളിലാണുള്ളത്, ജോണ് താഴെയിലും. അപ്പൊ ജോൺ കൈ പൊക്കി അവരോട് പറയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഈ ഓഫീസറാണ് എന്നെ ഷൂട്ട് ചെയ്യാനായി ശ്രമിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് വീണത്, ഞാനല്ല അദ്ദേഹത്തെ കൊന്നത് എന്നൊക്കെ ജോൺ കൈ പൊക്കി സറണ്ടർ ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഈ ഓഫീസേഴ്സിന് ദേഷ്യം പിടിച്ച് അവര് വീണ്ടും ജോണിനെ ഫയർ ചെയ്യുകയാണ്. എന്നാൽ ജോൺ വീണ്ടും വെടിയൊന്നും കൊള്ളാതെ രക്ഷപ്പെട്ടു. ആ സമയത്താണ് വില്യം സാറിന്റെ വോക്കി ടോക്കിൽ മറ്റൊരു ഓഫീസർ വിളിച്ചു പറഞ്ഞത്, സർ നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ മുട്ടാൻ പോയത് ഒരു സാധാരണക്കാരനെയല്ല, അങ്ങേര് വെറും ഒരു പട്ടാളക്കാരൻ മാത്രമല്ല, US ആർമി സ്പെഷ്യൽ ഫോഴ്സ് ഗ്രീൻ ബെരറ്റ്സ് അംഗമാണ് അദ്ദേഹം, വിയറ്റ്നാം വെറ്റാണ് അദ്ദേഹം, അവൻ ഒരു യുദ്ധവീരനാണ്. അപ്പൊ അത് കേട്ടപ്പോ അവരെല്ലാവരും ഷോക്കായി, കാരണം ഗ്രീൻ ബെരറ്റ് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമൊന്നുമല്ല. സോ ഇനി റാംബോനെ പിടിക്കാൻ മറ്റു ഓഫീസേഴ്സിനൊക്കെ കുറച്ച് ഭയം തോന്നി. എന്നാൽ വില്യം മറ്റു ഓഫീസേഴ്സിനോട് പറയാണ്, അവന് പരിക്കേറ്റിട്ടുണ്ട്, അവൻ എത്ര വലിയ യുദ്ധവീരനാണ് എന്ന് പറഞ്ഞാലും പരിക്കേറ്റ് അവനെ ഇനി ഞങ്ങൾക്ക് പിടിക്കാൻ എളുപ്പമാണ്. സാറേ, ഇത് നമുക്ക് വേറെ വലിയ പോലീസിന് കൈമാറിക്കൂടെ? അപ്പൊ ദേഷ്യത്തിൽ ആ ഓഫീസറിനെ അടിച്ചുകൊണ്ട് വില്യംസ് പറയാണ്, ദാ ഈ ചത്ത് കിടക്കുന്ന മനുഷ്യനെ നീ നോക്ക്, ഇവൻ വെറും ഒരു ഓഫീസർ മാത്രമല്ല, എന്റെ ഒറ്റ ചങ്ങാതിയാണ്, അവനെയാണ് അവൻ കൊന്നത്. ആ സൈക്കോ പട്ടാളക്കാരനെ പിടിച്ച് അവനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഇനി എനിക്ക് ഉറക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം, പക്ഷെ ഞാൻ എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കത്തില്ല എന്നൊക്കെ വില്യം പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഓഫീസേഴ്സിനോട് പറയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ഒളിച്ചു നിന്നുകൊണ്ട് ഒരു മര കഷ്ണം തന്റെ കത്തി ഉപയോഗിച്ചിട്ട് പോയിന്റഡ് ആക്കി മൂർച്ചയാക്കുന്നത് കാണാം. സോ ഇവിടെ പോലീസുകാർ 3 ഡോബർമാൻ നായകളെയും പിടിച്ചു പോവുകയാണ്. അപ്പൊ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ 3 നായകൾ നിർത്താതെ കുരക്കാൻ തുടങ്ങി. അപ്പോ അവർക്ക് മനസ്സിലായ റാംബോ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന്. അങ്ങനെ അവിടെ അവര് തുരുതുരാന്ന് വെടിവെക്കുകയാണ്. വെടി കുറച്ച് സമയത്തിന് നിർത്തിയിട്ട് അവര് 3 നായകളിൽ നിന്ന് 2 നായകളെ മാത്രം ജോണിന്റെ അടുത്തേക്ക് ജോണിനെ അറ്റാക്ക് ചെയ്യാനായി വിട്ടു. അപ്പോൾ അവർ കേൾക്കുന്നത് ആ 2 നായകളും കരയുന്ന ശബ്ദമാണ്. അതായത് ജോൺ ആ 2 നായകളെയും കൊന്നു. അതിനുശേഷം അവർ വീണ്ടും വെടിവെക്കാനായി തുടങ്ങിയപ്പോൾ ജോൺ തിരിച്ചും ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു ഓഫീസേഴ്സിന്റെ കൈക്കാണ് വെടികൊണ്ടത്. ജോണിന്റെ കയ്യിൽ മരണപ്പെട്ട ഗാൾട്ട് എന്ന ഓഫീസറിന്റെ തോക്കുണ്ട്. അപ്പൊ പോലീസുകാർ ഇനി വീണ്ടും സൂക്ഷിക്കണം, കാരണം ഇത്രയും നേരം തോക്കില്ലാതെയാണ്, എന്നാൽ ഇപ്പോൾ അപകടകാരിയായ ജോൺ റാംബോന്റെ കൈവശം തോക്കുമുണ്ട്. സോ അവര് വീണ്ടും ബാക്കിയുള്ള ഏക നായെ കൂടി ജോണിനെ അറ്റാക്ക് ചെയ്യാനായി വിട്ടു. ആ നായം കരയുന്ന ശബ്ദം അവർ കേട്ടു. അതായത് ആ നായം ജോൺ കൊന്നു കളഞ്ഞു. ജോൺ എവിടെയാണുള്ളത് എന്നും ജോൺ ആ നായകളെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതൊന്നും അവർ കണ്ടിട്ടില്ല. സോ ജോണിനെ കണ്ടുപിടിക്കാനായി ഈ ഓഫീസേഴ്സ് എല്ലാവരും സെപ്പറേറ്റഡ് ആയി അവരുടെ വഴിക്ക് പോവുകയാണ് ജോണിനെ കണ്ടെത്താനായി. അപ്പൊ ആദ്യം ഒരു ഓഫീസർ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അപ്പൊ ആ ഓഫീസറിന്റെ അടുത്തേക്ക് എല്ലാ ഓഫീസേഴ്സും ഓടുകയാണ്. സോ ജോൺ ആ ഓഫീസറിന്റെ കാൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഓഫീസർ കരയാനായി തുടങ്ങി. ജോൺ വളരെയധികം ബുദ്ധിശാലിയാണ്. ഈ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജോൺ ചില കെണികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജോണിന്റെ കെണിൽ ഓഫീസേഴ്സ് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ജോൺ റാംബോ ഈ പോലീസ് ഓഫീസേഴ്സിനെ ഒക്കെ കൊല്ലുന്നില്ല, പകരം അവരിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ജോൺ അവരെ പരിക്കേൽപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അവസാനം ജോൺ എത്തിയത് വില്യം എന്ന മെയിൻ ഓഫീസേഴ്സിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ജോണിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളെയൊക്കെ എനിക്ക് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, എന്നാൽ ഞാൻ അത് ചെയ്തിട്ടില്ല, ഇനി എന്റെ പിന്നാലെ വരരുത് എന്നും പറഞ്ഞ് ജോൺ പോവുകയാണ്. ജോൺ പോയതിനു ശേഷം കരഞ്ഞുകൊണ്ട് വില്യം അവിടെ ഇരിക്കുകയാണ്. വില്യം ഡീസലിന് മനസ്സിലായി ഈ ജോൺ റാംബോ എന്നവൻ ആള് ഭയങ്കര ടഫാണ്, അവനെ കീഴ്പ്പെടുത്താൻ അത്ര നിസ്സാരമൊന്നുമല്ല എന്ന്. അപ്പൊ ഇവിടെ ആ കാട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പരിക്കേറ്റ ഓഫീസേഴ്സിനെ ചികിത്സിക്കാൻ ആംബുലൻസ്, ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇത് വലിയ വാർത്തയായി. അവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ആൻഡ് അവിടെ ഇപ്പോൾ ഒരുപാട് ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഓഫീസർ വില്യമിനോട് പറയാണ്, സാർ അവൻ എന്തായാലും കാട്ടിൽ അകപ്പെട്ടിട്ടാണുള്ളത്, കാട്ടിൽ എത്രന്ന് വെച്ചാൽ അവൻ അതിജീവിക്കുക, അവൻ അവിടെ തന്നെ കിടന്ന് ചത്തോളും, എന്തിനാണ് നമ്മൾ അവന്റെ പിന്നാലെ പോയി നമ്മുടെ തടി കേടാക്കുന്നത്, നമുക്കിത് വിട്ടേക്കാം. എന്നാൽ ഇപ്പോൾ വില്യം സാറിന് വാശി നല്ലോണം കൂടി, കാരണം അങ്ങേരങ്ങനെ ആൾക്കാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്
വില്യത്തിന്റെ ഈഗോ നല്ലോണം കൂടി. ജോൺ റാംബോനെ പിടിച്ച് അടങ്ങൂ എന്നായി. ദൈവം തമ്പുരാനെ കൊണ്ട് തോറ്റു, അങ്ങേരെന്തിനാണ് ഇവനെ പോലുള്ള മനുഷ്യനെ ഈ ലോകത്ത് അയക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ വില്യം പറയുമ്പോൾ അവിടെ കേണൽ ട്രോട്ട്മാൻ എന്ന ഇദ്ദേഹം വന്നിട്ട് പറയാണ്, അവനെ ദൈവമല്ല ഉണ്ടാക്കിയത്, ഞാനാണ് ഉണ്ടാക്കിയത് എന്ന്. താങ്കൾ ആരാണ്? ഞാൻ കേണൽ ട്രോട്ട്മാൻ. ഞാൻ വന്നത് എന്റെ പയ്യനെ കൊണ്ടുപോകാനാണ്. ഏതു പയ്യൻ? ജോൺ റാംബോ. അവൻ എന്റെ പയ്യനാണ്. ഞാനാണ് അവനെ വിയറ്റ്നാമിൽ നിന്ന് 3 വർഷം ട്രെയിൻ ചെയ്തത്. അപ്പോ ചിരിച്ചുകൊണ്ട് വില്യം പറയാണ്, ഓഹോ, അവനെ രക്ഷിക്കാൻ വന്നതാണോ ട്രോട്ട്മാൻ സർ? ചേച്ചേ, അവനെ രക്ഷിക്കാനല്ല ഞാൻ വന്നത്, നിങ്ങളെ അവനിന്ന് രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് കളിയാക്കിക്കൊണ്ട് ട്രോട്ട്മാൻ പറയാണ്. ബൈ ദ വേ, നിങ്ങളെയൊക്കെ ജീവനോടെ അവൻ വിട്ടതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സാധാരണ അവരോട് മുട്ടാൻ പോയവർക്ക് പിന്നീട് അവരുടെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവാറില്ല. മിസ്റ്റർ വില്യം സർ, ഞാൻ പറയുന്നത് ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ജോൺ സാധാരണക്കാരനല്ല. അവന് കത്തി ഉപയോഗിക്കാനും തോക്ക് ഉപയോഗിക്കാനും ഏത് വെപ്പൺസ് ഉപയോഗിക്കാനും എക്സ്പേർട്ട് ആണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അവന്റെ കൈ തന്നെ ധാരാളം. ഏത് കാട്ടിലായാലും ഏത് കാലാവസ്ഥയിലായാലും അവൻ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് അതിജീവിക്കാൻ കഴിയും. നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ആണ് അവൻ. സോ സർ, അവനെ അവന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത് എന്നൊക്കെ വില്യമിന് ട്രോട്ട്മാൻ വാണിംഗ് കൊടുക്കുകയാണ്. സോ ഏത് കാട്ടിലും നമ്മുടെ റാംബോക്ക് അതിജീവിക്കാൻ കഴിയും. ഭക്ഷണമൊക്കെ അപ്പോ എങ്ങനെ എന്ന് ചോദിച്ചാലും ഇവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു കാട്ടുപന്നി വരാനായി കാത്തിരിക്കുകയാണ് റാംബോ. ആ കാട്ടുപന്നി തന്റെ അടുത്തെത്തിയപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആ കാട്ടുപന്നിയെ കൊന്ന് അതിനെ പാചകം ചെയ്ത് റാംബോ ഭക്ഷിക്കുകയാണ്. ഇവിടെ ട്രോട്ട്മാൻ വീണ്ടും വില്യമിനെ വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവനെ വെറുതെ വിട്ടാൽ മതി, അവൻ ഈ കാട്ടിൽ നിന്ന് അവന്റെ വഴിക്ക് പോയിക്കോളും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ട്രോട്ട്മാൻ നമ്മുടെ 200-ലധികം വരുന്ന ഫോഴ്സിനെ അവൻക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന്? അപ്പൊ ട്രോട്ട്മാൻ പറയാണ്, വെറുതെ എന്തിനാണ് നിങ്ങൾ 200-ലധികം വരുന്ന ഓഫീസേഴ്സിന്റെ ജീവൻ അപകടത്തിലാക്കുന്നത്? അപ്പൊ വില്യം പറയാണ്, നിങ്ങളുടെ പയ്യനാണ് റാംബോ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവനോട് സംസാരിക്കാൻ ഒരു അവസരം തരാം. നമ്മൾക്ക് നോക്കാം അവന് നിങ്ങൾ പറഞ്ഞാലെങ്കിലും കേൾക്കുമോ എന്ന്. സോ നേരത്തെ റാംബോ ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഓഫീസറിന്റെ വോക്കി ടോക്കി റാംബോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴിയാണ് അവര് റാംബോനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നത്. ഈ ഓഫീസേഴ്സ് പറയുന്നതൊക്കെ റാംബോ കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. സോ ഇവിടെ റാംബോനോട് ട്രോട്ട്മാൻ സംസാരിക്കാനായി ശ്രമിച്ചു. അപ്പോൾ റാംബോ മറുപടി കൊടുത്തു. റാംബോ, നീ ഓക്കെ അല്ലേ? നമ്മുടെ ടീമിൽ ഇപ്പോൾ ആകെ ജീവനോടെയുള്ളത് 2 പേരാണ്, നീയും ഡെൽമർ ബെറിയും. അപ്പോ റാംബോ പറയാണ്, സർ, ഡെൽമർ ബെറി ഇപ്പോൾ ജീവനോടെയില്ല. കഴിഞ്ഞ വർഷം അവൻ ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടു. അവനെ കാണാനാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. റാംബോ മോനെ, നീ പുറത്തേക്ക് വാ, നിന്നെ ഇവര് വെറുതെ വിടും, ഞാനുണ്ട് കൂടെ. അപ്പോൾ റാംബോ സാറിനോട് പറയാണ്, സർ പ്ലീസ്, ഞാൻ അനുസരിക്കത്തില്ല. അതിനുശേഷം ട്രോട്ട്മാൻ പറയുന്ന ഒരു കാര്യത്തിനും റാംബോ മറുപടി കൊടുത്തിട്ടില്ല. സോ ഇവിടെ 200-ലധികം വരുന്ന ഫോഴ്സ് ആ കാട്ടിലേക്ക് റാംബോനെ പിടിക്കാനായി പോവുകയാണ്. ഇവര് 200-ലധികം ഓഫീസേഴ്സ് ഉണ്ടെങ്കിലും റാംബോനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ട് അവർക്ക് ഭയവുമുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ജോലി ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഭയത്തോടെയാണ് ഓഫീസേഴ്സ് ജോൺ റാംബോനെ പിടിക്കാനായി കാട്ടിൽ കയറിയത്. അപ്പോതാ അവര് റാംബോനെ കണ്ടു. റാംബോ പെട്ടെന്ന് ഓടി ഒളിക്കാനായി ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവിടെ കയറി ഒളിച്ചു. ഓഫീസേഴ്സ് തുരുതുരാ വെടിവെക്കുന്നുണ്ട്, എന്നാൽ ഒന്നും കൊള്ളുന്നില്ല എന്ന് മാത്രം. എന്നാൽ റാംബോ തിരിച്ചു വെടിവെച്ചപ്പോൾ അവരൊക്കെ പേടിച്ച് കുനിഞ്ഞു. ഒരു ഓഫീസർ ഓരോ ഓഫീസേഴ്സിനോട് നീ ആദ്യം പോ, നീ ആദ്യം പോ എന്ന് പറയാണ്. എന്നാൽ അവരൊക്കെ ഭയന്നിട്ട് അവര് വേറെ ആൾക്കാരോട് താൻ ആദ്യം പോ, പിന്നാലെ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ശരിക്കും ഭയന്നിട്ടാണുള്ളത്. അപ്പൊ അവർക്ക് ഇനിയുള്ള അവസാനത്തെ വഴി എന്ന് പറയുന്നത് M72 ലോ ഗൺ ഉപയോഗിച്ച് ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യലാണ്. അപ്പൊ ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താൽ ആ സ്ഥലം ഒട്ടാകെ കത്തും. അങ്ങനെ അവർക്ക് റാംബോനെ കൊന്നുകളയാം. അങ്ങനെ അവർ അവിടെ ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് കത്തിച്ചു. പക്ഷെ നിങ്ങൾ ഇവിടെ കാണേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവര് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് റാംബോ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓഫീസേഴ്സിന്റെ വിചാരം റാംബോ അവിടെ ചത്ത് മണ്ണടിഞ്ഞു എന്നാണ്. അങ്ങനെ അവർ അതിനുശേഷം ആ സ്ഥലത്ത് കുഴിച്ച് റാംബോന്റെ ബോഡി അന്വേഷിക്കുകയാണ്. പക്ഷെ നമ്മുടെ റാംബോ ഇപ്പോൾ ഉള്ളത് ഒരു ടണലിൽ അകപ്പെട്ടിട്ടാണ്. ആ ടണലിലാണെങ്കിൽ കൂരിരുട്ടാണ്. എന്നാൽ റാംബോ തീ ഉണ്ടാക്കി ആ ടണലിലെ കൂടി പുറത്തേക്കുള്ള വഴി കണ്ടെത്താനായി നടക്കുകയാണ്. എവിടെയാണെങ്കിൽ ട്രോട്ട്മാൻ സാർ വന്നു. അപ്പൊ ട്രോട്ട്മാനോട് വില്യം വലിയ ഡയലോഗ് അടിക്കാണ്. താൻ എന്താ പറഞ്ഞേ? തന്റെ പയ്യനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്നോ? ദാ കാണ്, ഇവിടെ ഇവന്മാരൊക്കെ അവന്റെ ഡെഡ് ബോഡിയാണ് തപ്പുന്നത്. താനും ഇവിടെ നിൽക്ക്, അവന്റെ ബോഡി കണ്ടിട്ട് തന്നെ പോയാൽ മതി. പക്ഷെ അവർക്ക് അവിടുന്ന് ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. നാണക്കേട് കാരണം ദേഷ്യത്തില് നല്ല പ്രഷറിലാണ് ഇപ്പോൾ വില്യം സാർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. കാരണം ഇതുപോലെ ഒരുത്തനെ ഇവന്മാര് ആദ്യമായിട്ടാണ് നേരിടുന്നത്. ഒരു മുഴുവൻ ഫോഴ്സ് വിചാരിച്ചിട്ട് പോലും അവനെ
പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സോ ഇവിടെ റാംബോ ടണലിലേക്ക് കൂടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് എലികൾ റാംബോന്റെ ദേഹത്തേക്ക് കേറി വരികയാണ്. എന്നാൽ റാംബോ അതിനെയൊക്കെ നിസ്സാരമായി പിടിച്ചു മാറ്റി മുന്നോട്ടേക്ക് തന്നെ നടന്നു പോവുകയാണ്. ആൻഡ് ഫൈനലി റാംബോ ടണലിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട വഴി കണ്ടെത്തി പുറത്തെത്തിയപ്പോൾ അവിടെ കുറെ ഓഫീസേഴ്സ് ഇപ്പോഴും റാംബോനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് റാംബോ കണ്ടു. അവിടെ സൈഡിലുള്ള റോഡിലേക്ക് കൂടി ഒരുപാട് മിലിറ്ററി ട്രക്സ് പോകുന്നത് റാംബോ കണ്ടു. അങ്ങനെ അതിലെ അവസാനത്തെ ട്രക്കിന്റെ മുകളിലേക്കായിട്ട് റാംബോ ഉയരത്തിൽ നിന്ന് എടുത്തു ചാടുകയാണ്. എന്നിട്ട് ഡ്രൈവറിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ട്രക്കിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ട്രക്കിലുള്ളത് M60 തോക്കുകളും ബുള്ളറ്റ്സുമാണ്. അതിനുശേഷം ഈ ഡ്രൈവറിനെ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അങ്ങനെ റാംബോ ആ ട്രക്കുമായി കടന്നു കളയുകയാണ്. ആ ട്രക്ക് ഓടിച്ച് ഡ്രൈവർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അതായത് റാംബോ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്, അവൻ M60 തോക്കുകളുള്ള ട്രക്കുമായി കടന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അവർ കൂടുതൽ സൂക്ഷിക്കണം. കാരണം പിച്ചാത്തിയുള്ള റാംബോനെ തന്നെ അവന്മാർക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ റാംബോന്റെ കയ്യിലുള്ളത് M60 തോക്കുകളാണ്. റാംബോനെ പിടിക്കാനായി ഒരു ഓഫീസർ പോലീസ് കാറിൽ പിന്നാലെ ചേസ് ചെയ്തെങ്കിലും റാംബോ ആ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ ആ പോലീസ് കാർ കത്തിച്ചാമ്പലായി. ബോർഡർ കടക്കാതിരിക്കാൻ വേണ്ടി പാലത്തിൽ ഓഫീസേഴ്സ് റാംബോനെ തടയാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെയും റാംബോ ഇടിച്ച് കടന്നു കളഞ്ഞു. നഗരത്തിൽ എത്തിയ റാംബോ ആദ്യം തന്നെ ചെയ്തത് ട്രക്കിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള തോക്കും ബുള്ളറ്റ്സും ഒക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ഒരു പെട്രോൾ പമ്പിൽ ട്രക്ക് ഉപേക്ഷിക്കുകയും പെട്രോൾ പമ്പും ട്രക്കും കത്തിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള എല്ലാ പോലീസ് കാർസും കത്തിച്ചാമ്പലാവുകയാണ്. സോ വില്യം ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു, എല്ലാവരും സ്വയം സുരക്ഷിതരാവണം, ഒരു കൊടും ക്രിമിനൽ നാട്ടിലിറങ്ങി കലാപം സൃഷ്ടിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ജനങ്ങളും പേടിച്ച് ഓടുന്നത് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വില്യമിന്റെ അടുത്തേക്ക് ട്രോട്ട്മൻ സാർ വന്നിട്ട് പറയാണ്, സർ ഞാൻ അവസാനമായി ഒരു തവണ കൂടി പറയാണ്, നിങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അവനെ വെറുതെ വിട്ടാൽ മതി. നിങ്ങൾ ഫോഴ്സിനോട് അടങ്ങാനായി പറ, അവൻ ഒന്നും ചെയ്യത്തില്ല. അവൻ ഇപ്പോൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയൊന്നുമല്ല, പകരം അവന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോ ദേഷ്യത്തിൽ വില്യം പറയാണ്, നിങ്ങളുടെ ഉപദേശം എനിക്ക് വേണ്ട, ഇന്ന് അവന്റെ അന്ത്യമാണ്, താൻ എന്റെ വഴി മാറ് എന്നും പറഞ്ഞ് തോക്കും പിടിച്ച് വില്യം പോവുകയാണ്. അപ്പോ വില്യം ജോണിനെ കണ്ടപ്പോൾ ജോണിനെ വെടിവെക്കാനായി ശ്രമിച്ചു, എന്നാൽ കൊണ്ടിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഫുൾ വെടിയും പോകുകയുമാണ്. വെടികൊണ്ട് ആ നഗരത്തിലെ കറന്റ് ഒക്കെ ഒട്ടാകെ പോയിട്ടുണ്ട്. അവിടെയുള്ള ഓരോ ബിൽഡിങ്സും കടകളും ഷൂട്ട് ഔട്ടിൽ കത്തിച്ചാമ്പലാവുകയാണ്. അങ്ങനെ ഫൈനലി റാംബോ വില്യമിന്റെ കാലിൽ തന്നെ വെടിവെച്ച് അദ്ദേഹത്തെ വീഴ്ത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെടിവെച്ച് കൊല്ലാനായി റാംബോ പോവുകയാണ്. അപ്പോഴേക്കും കേണൽ ട്രോട്ട്മൻ അവിടെ വന്നു. എന്നിട്ട് റാംബോ മതി, നിർത്ത്, തോക്ക് താഴെയിട് എന്ന് പറയാണ്. അപ്പൊ മറ്റു ഓഫീസേഴ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് പോയിട്ടും സ്റ്റോപ്പ് ഫയറിംഗ് എന്ന് ട്രോട്ട്മൻ സാർ പറയാണ്. അങ്ങനെ ഓഫീസേഴ്സ് എല്ലാവരും വെടിവെക്കുന്നത് നിർത്തി. ജോൺ, ഞാൻ പറയുന്നത് കേൾക്ക്, എല്ലാം മതിയാക്ക്. ഞാൻ ഒന്നും മതിയാക്കത്തില്ല, മതിയാക്കാൻ ഞാനല്ല ഇതൊക്കെ തുടങ്ങി വെച്ചത്, എല്ലാം ഇവന്മാരാണ് തുടങ്ങിയത്, അതുകൊണ്ട് യുദ്ധം ഞാനായിട്ട് അവസാനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തോക്കുമായി റാംബോ വീണ്ടും ആക്രമിക്കാനായി പോവുകയാണ്. എന്നാൽ ട്രോട്ട്മൻ സാർ ജോൺ റാംബോനെ തടഞ്ഞു നിർത്തി. നീ ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ, നിന്നെ തിരിച്ച് ഇവിടുന്ന് ബ്രാഗിലേക്ക് ഞാൻ എത്തിക്കും, അതുകൊണ്ട് നീ സറണ്ടർ ചെയ്തേ പറ്റൂ, കാരണം അത്രയും വലിയ നഷ്ടങ്ങളാണ് നീ ഇവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ ഫൈനലി റാംബോ കരഞ്ഞുകൊണ്ട് തന്റെ ആശാനെ അഥവാ കേണൽ ട്രോട്ട്മാനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം കേണൽ ട്രോട്ട്മാൻ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ജോൺ റാംബോ സറണ്ടർ ചെയ്തു. സോ ഇതാണ് ഫസ്റ്റ് ബ്ലഡ് എന്ന സിനിമയുടെ കഥ. ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നില്ല. ജോൺ റാംബോ കഥാപാത്രത്തിന്റെ 2, 3, 4, 5 ഭാഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കഥ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോ ശരി, ബൈ ബൈ.